ആയിരുന്നു കൂടുതൽ ഇഷ്ടം, കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. നമ്മൾ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മോണാക്ട് ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയിലെ മകൻ അനുകരിക്കണം. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അല്ല ചേട്ടാ, ഇപ്പം ഓണാക്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ നന്നായിട്ട് പാടും. പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കൂടി എല്ലാവരും നല്ല കൈയടി കൊടുക്കുക. ചാണ്ടി ഉമ്മന്റെ ഒരു പാട്ട് എല്ലാവർക്കും കേൾക്കാം. നല്ലൊരു കൈയടി. ഇല്ലാത്ത രസം മനസ്സിലായില്ലേ അവർക്ക്? കൈയടിക്കുന്നുണ്ട് അവര്, പക്ഷെ ഈ കൊട്ടുകൊണ്ട് കേൾക്കാതെ ഒന്ന് കൈയടിച്ച് നന്നായിട്ട് ഇറക്കണ. അത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്കാണെന്ന് പറയുന്നത് കണ്ടില്ല. റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്കാണ്. അതുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ ഗാനം ലക്ഷക്കണക്കിന് റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് സമർപ്പിക്കും. അമ്പലക്കൂടെ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം നല്ല ഓതിലും കൽവിളക്കുകൾ പാതി നിൽക്കവേ നൽകുവാൻ കാത്തുന്നു പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണ് രാഗചന്ദ്രനും നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി വന്നതാണ്. ഈ നമ്മളെ ഈ ജെൻസി കാലമാണല്ലോ ഇപ്പം, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പൂക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പൂക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂക്കിയാണെന്ന് അറിയോ? അതായത് ക്യൂട്ട് എന്നാ പറയാ. ചാണ്ടിയമ്മൻ ക്യൂട്ട് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ജെൻസി ആകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ വെള്ളം തന്നെയാണ് ഓക്കെ. ആണ് കരുണാകരനെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതാണ്, കണ്ണിനെ വെള്ളം കുടിപ്പിച്ചിട്ടെന്ന് പറയപ്പെടുന്നു. അതിന് അംഗീകരിക്കുന്നില്ലെങ്കിലും യാഥാർത്ഥ്യമാവാം. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും, അതായത് രണ്ടു പക്ഷത്തെയും ആളുകൾ ഒരുപോലെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാക്കുന്നത് അത്യാവശ്യം അഭ്യാസം കയ്യിലുണ്ടാവുമല്ലോ. ഈ വെള്ളം കുടിപ്പിച്ച കഥ പറയുമ്പോൾ ഈ ഭക്ഷണ കാര്യത്തിൽ എങ്ങനെയാ താല്പര്യം? ഞാൻ സ്വാഭാവികമായിട്ടും ഏത് തരം, പ്രത്യേകിച്ച് ഇപ്പം MLA ആയതിനു ശേഷം പുതുപ്പള്ളി തന്നെ താമസം, അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ആരും ഇല്ല. ഞാൻ പുറത്ത് നിന്ന് ഫുൾ ടൈം കഴിക്കുന്നത് എന്തായാലും കിട്ടും. വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഈ ബുദ്ധി ഈ സ്വന്തം ഈ തലയിൽ വരുന്നതിനാണോ അതോ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് വരുന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു സമരം നടക്കുന്നു, ഒരു കസേര എടുത്തിട്ട് സ്വന്തം ഓഫീസ് വീടിന്റെ മുമ്പിൽ ഒരു കസേര എടുക്കുമ്പോൾ ആ ശ്രദ്ധ കൂടെ അവിടേക്ക് വരുന്നു. ഈ തന്ത്രം അവിടെ പഠിച്ച അച്ഛനും ഫാദറിൽ നിന്നാണോ അതോ മറ്റേ